ജ്വല്ലറി താരരാജ താരറാണി പവർഡ് ബൈ ICL സ്പൈസ്ഡ് ബൈ വിജയ് കറി പൗഡറിന്റെ ഇന്നത്തെ ഈ മനോഹര എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ മെഗാഗാലപ്പോൾ റിയാലിറ്റി ഷോയാണത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞങ്ങൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇത് താരരാജയെയും താരറാണിയെയും കണ്ടെടുക്കുന്ന പ്രോഗ്രാമാണ്. നിങ്ങൾ തന്നെയാണ് വോട്ട് ചെയ്ത് അവരെ കണ്ടെത്തേണ്ടത്. ഇതിനൊരു പ്രത്യേക ജൂറി ഇല്ല. നമുക്ക് നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഗസ്റ്റുകളെ, ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നമ്മുടെ ഗസ്റ്റുകളെ പരിചയപ്പെടുത്താം. ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് മലയാളികൾക്ക് ഒട്ടനവധി സൂപ്പർ ഹിറ്റുകൾ, സതയം, ദേവദൂതൻ, കിരീടൻ എന്നുവേണ്ട ഒരുപാട് സൂപ്പർ ഹിറ്റുകൾ തന്ന വളരെ പ്രഗത്ഭനായ പ്രശസ്തനായ ഒരു വ്യക്തിത്വമാണ് സിബി മലയിൽ സാറിനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ രണ്ടാമത്തെ ഗസ്റ്റ് കലാമൂല്യമുള്ള ഒരുപാട് നല്ല സിനിമകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ശ്രീ മോഹൻ സാറാണ്. 2 പെൺകുട്ടികൾ, ഇടവേള, പക്ഷേ എന്നിങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള സിനിമകൾ നമുക്ക് സമ്മാനിച്ച ശ്രീ മോഹൻ സാറിനെ നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ശ്രീ മോഹൻ സാർ, ഇനിയിപ്പോൾ നമ്മളുടെ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വോട്ടാണ്, പ്രേക്ഷകരുടെ വോട്ടാണ് നമ്മൾ താരരാജയും താരറാണിയെയും കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിദേശത്തും സ്വദേശത്തുമൊക്കെ ഞങ്ങളുടെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജനപ്രതിനിധിയിൽ നിന്ന് ഒരാൾ വേണം. അപ്പോൾ ജനപ്രതിനിധിയുടെ ഭാഗമായിട്ട് 3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഞങ്ങൾ ഒരു ഓഡിയൻസിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാറുണ്ട്. ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഓഡിയൻസിനെ ഒന്ന് പരിചയപ്പെടാം. എവിടെ നിന്ന് വരുന്നു? കോതാട്. എല്ലാവരും സെയിം പ്ലേസ് ആണോ? അല്ല, ഡിഫറെൻറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും. ഓക്കെ, എന്ത് തോന്നുന്നു നമ്മുടെ ഈ ഷോയിൽ ഇവിടെ വന്നിരിക്കുന്നതിനെ പറ്റിയിട്ട്? വളരെയധികം സന്തോഷം തോന്നുന്നു ഈ ഷോയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ. ഞാൻ ചോദിക്കാൻ പോകുന്ന ചോദ്യം, മഞ്ജു വാര്യർ ജോർജ് കിത്തുവിൻ്റെ ഒരു പടത്തിൽ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ പടത്തിൻ്റെ പേര് പറഞ്ഞു തരുമോ? സമ്മർ ഇൻ ബത്ലഹേമാണ്. അച്ചോ, സമ്മർ ഇൻ ബത്ലഹേം അല്ല, ഇന്നലകളില്ലാതെ എന്നാണ് ആ സിനിമയുടെ പേര്. ഇനിയിപ്പോൾ ആൻസർ ഞാൻ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് ഇനി വേറൊരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കണമല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. മഞ്ജു വാര്യർ, ജയറാം, സുരേഷ് ഗോപി, ഈ 3 ടീം കൂടിയിട്ട് നമ്മൾ ഒരു നല്ലൊരു മൂവിയുണ്ട് സമ്മർ ഇൻ ബത്ലഹേം. അതിൻ്റെ സംവിധായകൻ ആരാണ്? സിബി മലയിൽ സാർ. കറക്റ്റ് ആൻസർ, സിബി മലയിൽ സാർ. എല്ലാവർക്കും നമ്മുടെ ഗസ്റ്റും കൂടിയാണല്ലോ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. കറക്റ്റ് ആൻസർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ഒരു ക്വസ്റ്റ്യൻ താങ്കളോട് തന്നെ ചോദിക്കുന്നത്. വിദ്യാമ്മയ്ക്ക് അവസാനമായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമ M. മുകുന്ദൻ്റെ നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണത്. അതാണ് എനിക്ക് പറയാനുള്ള ക്ലൂ. ദൈവത്തിൻ്റെ വികൃതികൾ. കറക്റ്റ് ആൻസർ. എന്താണ് താങ്കളുടെ പേര്? ശിവപ്രസാദ്. ശിവപ്രസാദ്, യു പ്ലീസ് കം. ശിവപ്രസാദിന് ഒരു ഗോൾഡ് കോയിൻ സമ്മാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ സോമതീരം ആയുർവേദ റിസോർട്ടിൽ, കേരളത്തിൽ എവിടെയെങ്കിലുമുള്ള ഒരു റിസോർട്ടിൽ 2 ഡേയും 1 നൈറ്റും തങ്ങാനുള്ള അവസരമുണ്ട്. ശിവപ്രസാദ് എന്ത് ചെയ്യുന്നു? ഞാൻ നേവിയിൽ വർക്ക് ചെയ്യുന്നു. എവിടെ? നേവൽ ബേസ് കൊച്ചി. ഓക്കെ, ഫൈൻ, യു ക്യാൻ ഗോ ഹെഡ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ പ്രതിനിധിയും എത്തിയിരിക്കുകയാണ്. താരരാജ താരറാണി സെക്കൻഡ് സ്റ്റേജിലെ ഇന്നത്തെ എപ്പിസോഡിലെ ഫസ്റ്റ് ചാലഞ്ചർ ആരാണെന്ന് നോക്കാം. നമുക്കെല്ലാവർക്കും അറിയാം വിദ്യാമ്മ ഒരു പ്ലേ ബാക്ക് സിംഗർ കൂടിയാണെന്ന്. നമുക്ക് വിദ്യാമ്മയുടെ അഭിനയ ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം. വശ്യകാന്തി തുളുമ്പുന്ന രൂപലാവണ്യം കൊണ്ടും അനന്യസാധാരണമായ അഭിനയ പാടവം കൊണ്ടും അബ്രപാളിയുടെ മനോഹാരിതയിൽ നിന്ന് മലയാളി മനസ്സുകളിലേക്ക് ചേക്കേറിയ നായികയാണ് ശ്രീവിദ്യ. ജന്മം തന്നെ കലാകുടുംബത്തിലായിരുന്നതിനാൽ
പാരമ്പര്യമായി ശ്രദ്ധിച്ച നടനവും സംഗീതവും മികച്ച അഭിനേത്രി എന്ന ബഹുമതിക്ക് ഇവരെ അർഹയാക്കി. 1953 ജൂലൈ 24 ചെന്നൈയിൽ തമിഴ് നടനായിരുന്ന കൃഷ്ണമൂർത്തിയുടെയും പ്രശസ്ത കർണാടക സംഗീതജ്ഞ ML വസന്തകുമാരിയുടെയും മകളായി ജനിച്ച ശ്രീവിദ്യ തമിഴിൽ ഒരു ബാലതാരമായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. ശിവാജി ഗണേശൻ നായകനായ തിരുവരട്ട് സെൽവർ എന്ന ചിത്രത്തെ തുടർന്ന് 1969 മലയാളത്തിൽ P. സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത കുമാരസംഭവത്തിൽ തുടക്കമായി. ഒരു നൃത്തരംഗത്തിൽ മാത്രമായിരുന്നു ഇത്. ആ വർഷം തന്നെ ശങ്കരൻ നായരുടെ ചട്ടമ്പിക്കവല എന്ന സിനിമയിൽ സത്യന്റെ നായികയായി അഭിനയിച്ച ശ്രീവിദ്യ പിന്നീട് അങ്ങോട്ട് മലയാളത്തിന് ഒഴിവാക്കാൻ പറ്റാത്ത അഭിനേത്രിയായി മാറുകയായിരുന്നു. പ്രേം നസീർ, മധു, ജയൻ, സോമൻ, സുകുമാരൻ, മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പം അഭിനയിച്ചെങ്കിലും മധു ശ്രീവിദ്യ ജോഡിയാണ് മലയാളിക്ക് ഏറ്റവും പ്രിയങ്കരമായി തീർന്നത്. മധുവും ശ്രീവിദ്യയും നായികാനായകന്മാരാണെങ്കിൽ കഥയോ സംവിധായകനോ ഒന്നും മലയാളി പ്രേക്ഷകന് ഒരു വിഷയമായിരുന്നില്ല. ശ്രീകുമാരൻ തമ്പിയുടെ സിനിമകളിലെ സ്ഥിരം ജോഡികളായിരുന്നു ഒരു കാലത്തിവർ. വേനലിൽ ഒരു മഴ എന്ന സിനിമയിലെ അയല പൊരിച്ചതുണ്ട് എന്ന ഗാനം പാടാത്ത മലയാളി പെണ്ണുങ്ങൾ അക്കാലത്ത് ആരുമുണ്ടാകില്ല. ഭരതൻ സിനിമകളിലെ ഒരു പ്രത്യേക ആകർഷണമായിരുന്നു ശ്രീവിദ്യ. ഭരത് ഗോപി നായകനായ കാറ്റത്തെ കിളിക്കൂടിൽ 3 കുട്ടികളുടെ അമ്മയായ കഥാപാത്രമാണെങ്കിലും വശ്യത പടർത്തുന്ന ശ്രീവിദ്യയുടെ പ്രകടനം മറ്റെല്ലാം അപ്രസക്തമാക്കി മാറ്റി. KG ജോർജിന്റെ ഇരകൾ, ആദാമിന്റെ വാരിയല് തുടങ്ങിയവയെല്ലാം ശ്രീവിദ്യയുടെ അസൂയാവഹമായ സർഗസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്. ആദാമിന്റെ വാരിയലിൽ ശ്രീവിദ്യയെ മറന്ന് മറ്റൊരാളെ ഓർക്കാൻ പ്രേക്ഷകന് ഒരിക്കലും സാധ്യമാകാത്ത പ്രകടനം. ലെനിൻ രാജേന്ദ്രന്റെ ദൈവത്തിന്റെ വികൃതികൾ, M. മുകുന്ദന്റെ നോവലിലെ കഥാപാത്രങ്ങൾ തിര തൊട്ടപ്പോൾ അവയിൽ ഏറ്റവും മിഴിവേകിയ ആൾരൂപങ്ങളിൽ ഒന്നായിരുന്നു ഇവർ. അൽഫോൻസായി വന്ന രഘുവരനോടൊപ്പം തികഞ്ഞ ഒരു മത്സരം തന്നെയായിരുന്നു ദൈവത്തിന്റെ വികൃതികൾ. 3.5 പതിറ്റാണ്ട് നീണ്ട അഭിനയ സഭരയിൽ 5 സംസ്ഥാന അവാർഡുകൾ ശ്രീവിദ്യയുടെ ശേഖരത്തിലുണ്ട്. 1979 ഹരിഹരൻ സംവിധാനം ചെയ്ത ഇടവഴിയിലെ പൂച്ച മിണ്ടാപ്പൂച്ച, ശ്രീകുമാരൻ തമ്പിയുടെ ജീവിതം ഒരു ഗാനം എന്നീ ചിത്രങ്ങൾക്ക് ഏറ്റവും മികച്ച നടിക്കുള്ള ആദ്യ സംസ്ഥാന അവാർഡ് ഇവരെ തേടിയെത്തി. 1983 മോഹന്റെ രചനയ്ക്ക് 2ാമത്തെ അവാർഡ് നേടിയ ശ്രീവിദ്യ 1992 ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ദൈവത്തിന്റെ വികൃതികൾ എന്ന ചിത്രത്തിൽ 3ാമത്തെ മികച്ച നടിക്കുള്ള അവാർഡ് നേടി. കൂടാതെ 85 KG ജോർജിന്റെ ഇരകൾ, 86 ഫാസിലിന്റെ എന്നെന്നും കണ്ണേട്ടന്റെ എന്നീ സിനിമകൾ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും നേടി ശ്രീവിദ്യ മികവ് തെളിയിച്ചു. വിവിധ ഭാഷകളിലായി 354ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച ആ വലിയ കലാകാരിയെ 2006 ഒക്ടോബർ 19 അകാലത്തിൽ വിധി പിടിച്ചു വാങ്ങിയപ്പോൾ വിതുമ്പാത്ത മലയാളി ഉണ്ടാകില്ല. ഒരു നടനവസന്തം കൂടി വിരിയിക്കാൻ ഇനി ശ്രീവിദ്യയില്ലെന്ന സത്യം വിശ്വസിക്കാനാവാതെ പിടയുകയാണ് മലയാളികളുടെ മനസ്സ്. നിലച്ചിരിക്കാതെ മാഞ്ഞുപോയ ഈ നിലാവിൻ്റെ പെൺമ മലയാളത്തിന് നഷ്ടമായ പൗർണമിയാണ്. നേരത്തെ കൊഴിഞ്ഞുപോയ ഈ വസന്തം മലയാള സിനിമയ്ക്ക് നഷ്ടമായ ഒരു ശ്രീ തന്നെയായിരുന്നു. അതായിരുന്നു ശ്രീവിദ്യ എന്ന് നാം വ്യഥയോടെ ഓർക്കുന്നു. നമ്മൾ വിദ്യാമ്മയുടെ പ്രൊഫൈലാണ് ഇവിടെ കണ്ടത്. സിബി സാറിന് എന്താണ് വിദ്യാമ്മയുടെ പ്രൊഫൈലിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ? വിദ്യാമ്മയെ ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് ഞാൻ സഹസംവിധായകനായിരുന്ന കാലത്താണ്. നവോദയയുടെ തീക്കടൽ എന്ന സിനിമയിൽ വിദ്യാമ്മ അഭിനയിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വിദ്യാമ്മയുമായിട്ട് നേരിട്ട് പരിചയപ്പെടുക. ഞാൻ സ്വതന്ത്ര സംവിധായകനായി ചെയ്ത ഒരു സിനിമയിൽ മാത്രമേ വിദ്യാമ്മ അഭിനയിച്ചിട്ടുള്ളൂ. അത് ഉസ്താദ് എന്ന സിനിമയിലെ ഒരു ചെറിയ വേഷമാണ്. എങ്കിലും ഒരു അഭിനേത്രി എന്ന നിലയിൽ ഞാൻ ഏറെ ആദരപൂർവ്വം കാണുന്ന ഒരു വ്യക്തിത്വമാണ് വിദ്യാമ്മയുടേത്. എൻ്റെ ഓർമ്മയിൽ വിദ്യാമ്മയുടെ ആദ്യത്തെ ഞാൻ കണ്ട സിനിമയെന്ന് പറയുന്നത് വിൻസെൻ്റ് മാഷിൻ്റെ ചെണ്ടയാണ്. അത് വിദ്യാമ്മയുടെ ആദ്യകാല 2ാമത്തെ മറ്റോ സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നു. വിദ്യാമ്മ ആദ്യം അഭിനയിച്ചത് ചട്ടമ്പിക്കവല എന്ന സിനിമയിലാണ്, മലയാളത്തിൽ സത്യൻ മാഷിൻ്റെ കൂടെ. പിന്നീട് ഈ ഒരു നീണ്ട കാലഘട്ടം ഏറ്റവും ഒടുവിൽ 2006 വിദ്യാമ്മ നമ്മളെ വിട്ട് പിരിയുന്നതിന് തൊട്ട് മുമ്പ് വരെയും വളരെ സജീവമായിട്ട് സിനിമയിലുണ്ടായിരുന്ന, മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികവുറ്റ അഭിനേത്രിമാരിൽ ഒരാൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന
ഒരു നടിയായിരുന്നു വിദ്യാമ്മ. താങ്ക് യു സർ. മോഹൻ സാർ, വിദ്യാമ്മ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ മലയാളികൾക്ക് സമ്മാനിച്ച ഒരു നടിയാണ് ശ്രീവിദ്യ. അപ്പോൾ പ്രൊഫൈൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്താണ് വിദ്യാമ്മയെക്കുറിച്ച് പറയാനുള്ളത്? ഞാനും അവരുമായിട്ട് പരിചയപ്പെടുന്നത് ഹരിഹരൻ സാറിൻ്റെ രാജഹംസം എന്ന പടം ഞാൻ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. ഹരേട്ടനും ഞാനും തമ്മിൽ ഒരുപാട് പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ അങ്ങേര് ഡയറക്റ്റ് ചെയ്തൊരു പടം വർക്ക് ചെയ്യുന്നത് ഞാൻ രാജഹംസമാണ്. അത് മിക്കവാറും ആ ഷൂട്ടിങ്ങിന് പോണതിൻ്റെ തലേദിവസം പകലാണ് ഞാൻ പടത്തിന് വർക്ക് ചെയ്യാൻ തയ്യാറായി പുറപ്പെട്ട് ഒരുമിച്ച് ഞങ്ങൾ പോകുന്നത്. മദ്രാസിൽ നിന്ന് ഒരു ലക്ഷറി കോച്ചിലാണ് കൊടൈക്കനാലിലേക്ക് പോകുന്നത്. അതാണ് ആദ്യം അവരായിട്ട് വർക്ക് ചെയ്തൊരു പടം. അവരുടെ ബ്രദറും ഉണ്ടായിരുന്നു കൂടെ. മറ്റുള്ള ഒരുപാട് ആർട്ടിസ്റ്റും ഒരുമിച്ചുള്ള യാത്രയായിരുന്നു. അതിനു മുമ്പ് എനിക്ക് വിദ്യാമ്മയെ പരിചയം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം മധുസാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന അക്കൽദാമ എന്ന് പറഞ്ഞ പടത്തിലാണ് പിന്നെ അവരെ കണ്ടുമുട്ടുന്നത്. എൻ്റെ സ്വന്തം ഡയറക്ഷനിൽ വന്ന പടം രചന എന്ന് പറഞ്ഞൊരു പടത്തിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അത് അത്തവണത്തെ അവർക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ ക്ലോസ് ഫ്രണ്ട്സായിരുന്നു. മദ്രാസിലെ നൈബേഴ്സായിരുന്നു. ഞങ്ങൾ ഒരുപാട് വിദേശ ടൂറുകളൊക്കെ നടത്തിയിട്ടുണ്ട്. നല്ലൊരു പാട്ടുകാരിയാണ്, നല്ലൊരു നർത്തകിയാണ്, നല്ലൊരു അഭിനേത്രിയാണ്. ചുങ്കത് ജ്വല്ലറി താരരാജ താരറാണി. എ ഷോർട്ട് ബ്രേക്ക്. Welcome back to Chungat Jewelry Tararaja Tararani, powered by ICL, spiced by Vijay Curry Powder. ഇനി നമുക്ക് വിദ്യാമ്മയുടെ പെർഫോമൻസിലേക്ക് കടക്കാം. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ചിരിച്ച് എന്റെ വയറ്റിൽ അത്രയും നീരാ കേട്ടോ. എന്റെ അമ്മ തിയേറ്ററിൽ വെച്ച് വീർപ്പ് പിടിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴാ പൊട്ടുകയെന്നറിയാതെ. അപ്പൊ ഞാനോ സിനിമയ്ക്ക് പോയത് മാത്രം വെച്ച് ഒരു വസ്തു കാണാൻ സാധിച്ചു. എന്താ കഥയെന്ന് ചോദിച്ചാൽ വീണ്ടും സിനിമയ്ക്ക് പോകണം. ആ ഉണ്ണിയും കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. എങ്ങനെ കാണാനാ? എന്റെ പൊന്നി ശ്രീയേട്ടാ, ആ പാവത്തിനിട്ട് കുരങ്ങ് എടുപ്പിച്ചാൽ മതി നമുക്ക്. ഇതൊക്കെ ഒരു തമാശയല്ലേ? അങ്ങനെയൊന്നല്ല കേട്ടോ. അയാള് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു മഫനൊന്നുമല്ല. പളച്ചു കിട്ടൊന്നും ഇല്ലാത്ത ഒരു ശുദ്ധ പ്രകൃതമാണെന്ന് മാത്രം. എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു എന്നിരിക്കട്ടെ, വളരെ ക്ലിയർ കട്ടായിട്ടാണ് അതിന്റെ മറുപടി. പിന്നെ അതിനെപ്പറ്റി അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയുള്ള ആൾക്കാരെ സൂക്ഷിക്കണം. അയാൾ ഇങ്ങോട്ട് കാണിക്കുന്ന ഫ്രാങ്ക്നെസ് അങ്ങോട്ടും പ്രതീക്ഷിക്കില്ലേ? ഇപ്പൊ തന്നെ തനിക്ക് തന്നെ അയാളൊരു പുതിയ കഥാപാത്രത്തെ കാണാൻ കിട്ടിയില്ലേ? ഓ, ഇനിയും ആ ശുദ്ധഗതിനെ നമ്മൾ മുതലെടുക്കരുത്. ടീസ് ചെയ്യുന്നതിനും വേണ്ട ഒരു അതിരൊക്കെ. താനായിപ്പോ ആളുടെ മനസ്സ് മുഴുവൻ പഠിച്ചു. അയ്യോ, അതുകൊണ്ടല്ലേ ശ്രീയേട്ടാ. ശരി ശരി, തർക്കം വേണ്ട. ഒരു പ്ലസന്റ് സർപ്രൈസോടെ നമുക്ക് ഈ കളി അവസാനിപ്പിച്ചേക്കാം. അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്തോളാം. താൻ അനുസരിച്ച് വെച്ചാൽ മതി. വിദ്യാമ്മയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് രചന എന്ന സിനിമയിൽ. അപ്പോൾ അതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസും പെർഫോമൻസും ഒന്ന് കമ്പയർ ചെയ്യൂ. അല്ല, ഒരു നല്ലൊരു ആക്ട്രസ് ആയിരുന്നു എന്നുള്ള കാര്യം സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ പെർഫോമൻസിനെ പറ്റി ഞാൻ പ്രത്യേകിച്ച് സർട്ടിഫിക്കറ്റ് തരേണ്ട യാതൊരു കാര്യമില്ല. അവരെ എല്ലാവരും അറിയാവുന്ന ആർട്ടിസ്റ്റുമാണ്. പക്ഷേ ഡയറക്ടർ ടു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ എൻ്റെ സ്വഭാവത്തിൻ്റെ ദൂഷ്യമായിരിക്കാം, ചിലപ്പോൾ അവരുടെ മൂഡിൻ്റെ വ്യത്യാസമായിരിക്കാം. പലപ്പോഴും ഇണങ്ങുകയും പിണങ്ങുകയൊക്കെ ചെയ്യാറുണ്ട്. വളരെ ക്ലോസ് ഫ്രണ്ട്സായിരുന്നു ഞങ്ങൾ തമ്മിൽ. വേറെ പ്രത്യേകിച്ച് വേറൊന്നും അവരെ അഭിനയത്തെ പറ്റി പറയാൻ എനിക്കില്ല. താങ്ക് യു സർ. സിബി സാർ. വിദ്യാമ്മ മലയാളത്തിൽ അഭിനയിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തെലുങ്കിലും തമിഴിലുമൊക്കെയും കുട്ടിയായിരുന്ന സമയത്ത് തന്നെ അഭിനയിച്ച് തുടങ്ങിയതാണ്. വിദ്യാമ്മയുടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സിനിമ തമിഴിൽ ബാലചന്ദ്ര സാറിൻ്റെ അപൂർവ രാഗങ്ങളാണ്. അതിൽ കമലഹാസനോടും രജനീകാന്തിനോടും ഒപ്പം അവരുടെ നായികയായി അഭിനയിച്ച, അങ്ങനെയാണ് ഒരുപക്ഷെ വിദ്യാമ്മ കൂടുതൽ ശ്രദ്ധയിലേക്ക് വരുന്നത് തെന്നിന്ത്യൻ സിനിമയിൽ. മലയാളത്തിലാണ് പക്ഷേ വിദ്യാമ്മ കൂടുതൽ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളത്. എനിക്ക് വിദ്യാമ്മയെ പറ്റി പറയാനുള്ളത്, അവർ വളരെ ഒരു ഇൻ്റലിജൻറ്റ് ആക്ട്രസ്സാണ്.
വളരെ ബുദ്ധിപൂർവം അഭിനയത്തെ കൈകാര്യം ചെയ്യുന്ന എന്താണ് വളരെ സൂക്ഷ്മാംശങ്ങൾ വരെ ശ്രദ്ധയോടെ അഭിനയിക്കുകയാണെന്ന് തോന്നലില്ലാതെ അഭിനയിക്കുന്നൊരു അഭിനേത്രിയാണ്. വിദ്യാമ്മയുടെ ഏറ്റവും പ്രമുഖമായ സിനിമകളിൽ അരുൺ സാറിൻ്റെ തന്നെ ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, ജോർജ് സാറിൻ്റെ ഇരകൾ, മോഹൻ സാറിൻ്റെ തന്നെ രചന, ഇതൊക്കെ ഈ സിനിമകളിലൊക്കെ അഭിനയത്തിന് വിദ്യാമ്മയ്ക്ക് സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംവിധായകരുടെ കൂടെയൊപ്പം ഭരതേട്ടൻ്റെ കൂടെയാണെങ്കിലും ആ കാലഘട്ടത്തിൽ മലയാളത്തിലെ ഏറ്റവും മുൻനിര സംവിധായകരായിരുന്ന എല്ലാവരുടെയും ചിത്രങ്ങളിൽ വിദ്യാമ്മ ഉണ്ടായിരുന്നു. പിന്നീട് വന്ന പുതുതലമുറയിലും പെട്ട ആൾക്കാരുടെ കൂടെയും വിദ്യാമ്മ നിരവധി സിനിമകളിൽ ഏറ്റവും ഒടുവിൽ വിദ്യാമ്മയ്ക്ക് അംഗീകാരം കിട്ടിയത് ലെനിൻ രാജേന്ദ്രൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിലാണ്. ആ രീതിയിൽ ഒരു അഭിനേത്രി എന്ന നിലയിൽ ഒരുപക്ഷെ വിദ്യാമ്മ പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും അല്ലെങ്കിൽ നിരൂപകരുടെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം വളരെ നല്ല അഭിപ്രായങ്ങൾ നേടിക്കൊണ്ട് തന്നെയാണ് ഈ രംഗം വിട്ടുപോയത്. താങ്ക് യു സർ. താങ്ക് യു സർ. ഇനി നമ്മുടെ ഓഡിയൻസിൻ്റെ പ്രതിനിധിയായി വന്ന ചേട്ടൻ എന്താണ് പറയാനുള്ളത് ശ്രീവിദ്യ എന്ന് പറയുന്ന ആക്ട്രസിനെ കുറിച്ച്? ശ്രീവിദ്യാമ്മയുടെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്, കുട്ടിക്കാലത്തും അല്ലാതെയും. അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു നടിയായിരുന്നു. നല്ലൊരു അഭിനേത്രിയാണ്. അവരുടെ നഷ്ടം സിനിമാ ലോകത്ത് ഒരു തീരാ നഷ്ടം തന്നെയാണ്. ഇത്രയൊക്കെ എനിക്ക് വിദ്യാമ്മയെ പറ്റി പറയാനുള്ളൂ. താങ്ക് യു ശിവപ്രസാദ്. താങ്ക് യു. നമുക്കിനി വിദ്യാമ്മയുടെ അച്ചീവ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് കാണാം. ഹാവ് എ ലുക്ക്. കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് ബെസ്റ്റ് ആക്ട്രസ് ജീവിതം ഒരു ഗാനം, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച 1979. ബെസ്റ്റ് ആക്ട്രസ് രചന 1983. സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് ഇരകൾ 1985. സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസ് എന്നെന്നും കണ്ണേട്ടൻ്റെ 1986. ബെസ്റ്റ് ആക്ട്രസ് ദൈവത്തിൻ്റെ വികൃതികൾ 1992. Achievements: Filmfare Awards South Best Actress Pura 1980. Best Actress Idavadiyile Poocha Mindapoocha 1981. Kerala State TV Award Best Actress Avicharidam 2004. നമുക്ക് വിദ്യാമ്മയെക്കുറിച്ചുള്ള ആ അച്ചീവ്മെൻറ്റ്സ് എത്രത്തോളം ഡിസേർവിംഗ് ആണെന്നുള്ളത് നമുക്ക് മോഹൻ സാറിനോട് ചോദിക്കാം. സർ പ്ലീസ്. ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ അപൂർവരാഗങ്ങളൊക്കെ ഓർക്കുന്നത്. കെ ബാലചന്ദ്രൻ്റെ പല പടങ്ങളിലും അവർ വളരെ അത്ഭുതപൂർവമായിട്ടുള്ള അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ അല്ല, ഒരു നല്ലൊരു അഭിനേത്രിയാണെന്നുള്ള കാര്യത്തിനൊരു സംശയമില്ല. അത് തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ചിട്ട് കാര്യമില്ലല്ലോ. നല്ല പാട്ടുകാരിയായിരുന്നു, നല്ല നർത്തകിയായിരുന്നു. ഇത് തന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. പക്ഷേ അധികകാലം ജീവിക്കാനുള്ള ആയുസ് ദൈവം അവർക്ക് കൊടുത്തില്ല. താങ്ക് യു സർ. സിവി സാർ, ശ്രീവിദ്യയുടെ അഭിനയ ജീവിതത്തിലെ അച്ചീവ്മെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടത്. എങ്ങനെ വിലയിരുത്തുന്നു? വിദ്യാമ്മയ്ക്ക് 5 തവണയാണ് സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. അതിൽ 3 തവണയും മികച്ച നടിക്കുള്ള പുരസ്കാരങ്ങളാണ്. ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, രചന, ദൈവത്തിൻ്റെ വികൃതികൾ തുടങ്ങിയ എന്നെന്നും കണ്ണേട്ടൻ്റെ ഈ സിനിമകളിലെ അഭിനയത്തിനാണ് ഈ 5 അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത്. ഒരു ദേശീയ പുരസ്കാരം വിദ്യാമ്മയ്ക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവരെപ്പോലെ അത്രമാത്രം പ്രാഗൽഭ്യമുള്ള ഒരു അഭിനേത്രി ഒരുപക്ഷെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട കഥാപാത്രങ്ങൾ ചെയ്തിട്ടും ആ രീതിയിലുള്ള അംഗീകാരം ലഭിച്ചില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. എങ്കിലും വിദ്യാമ്മ എന്ന് പറയുന്ന അഭിനേത്രി മലയാളി പ്രേക്ഷകരുടെ മുമ്പിൽ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ മുഴുവനുള്ള സിനിമാ പ്രേമികളുടെ ഉള്ളിൽ വളരെ വലിയ ഒരു സ്ഥാനം നേടിയെടുത്ത ഒരു അഭിനേത്രി തന്നെയാണ്. ചുങ്കത് ജ്വല്ലറി താരരാജ താരറാണി. എ ഷോർട്ട് ബ്രേക്ക്.
Welcome back to Chungat Jewelry Tararaja Tararani, powered by ICL, spiced by Vijay Curry Powder. നമുക്കിനി വിദ്യാമ്മയുടെ ക്ലോസ് ലുക്ക് കാണാം. എന്താണ് വിദ്യാമ്മയെക്കുറിച്ച് പ്രശസ്തർ പറയുന്നതെന്ന് കാണാം. ഹാവ് എ ക്ലോസ് ലുക്ക്. ശ്രീവിദ്യ വളരെ മലയാളം കണ്ട ഏറ്റവും മികച്ച നടിമാരിലൊരാളാണ്. പക്ഷെ അവർക്ക് തന്നെയും ഒരു ഭയമുണ്ടായിരുന്നു. ഞാൻ ഈ മഗ്ഗിമദാമ്മയുടെ ആംഗ്ലോ ഇന്ത്യൻ വനിതയുടെ വേഷം ചെയ്താൽ എങ്ങനെ ആവുന്നു. ഞാനവർ പിന്നെ ആ വേഷം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവർ വല്ലാതെ എന്നെ പിന്തിരിപ്പിക്കുകയാണ് ചെയ്തത്. വേണ്ട, എൻ്റെ ഒരു ഹിന്ദു മുഖമാണ്, അത് ആലോചിക്കണ്ട എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിങ്ങളുടെ മുഖം പഠിച്ചതിന് ശേഷമാണ് ഞാൻ അങ്ങനെ ഒരു ആവശ്യം വയ്ക്കുന്നത്. അപ്പം ഒരു ദിവസം സമയം ആലോചിക്കാനായിട്ടെടുത്തു. അടുത്ത ദിവസം അവർ തന്നെ പറഞ്ഞു, ഞാൻ ചെയ്യാം. ഇത്രയും മനോഹരമായി, ഇത്രയും ഈ ഒരു ആ മഗ്ഗിമദാമ്മയുടെ മുഴുവൻ വേദനയും സ്വയം ഏറ്റുവാങ്ങിക്കൊണ്ട് അഭിനയിക്കാൻ അവർക്കല്ലാതെ മറ്റൊരു നടിക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവർ വല്ലാതെ ഭയപ്പെട്ടിരുന്നത് ഈ മഗ്ഗിമദാമ്മയുടെ ഈ ഫ്രോക്ക് പോലുള്ള വേഷങ്ങൾ അവരുടെ ഒരു അല്പം സ്ഥൂലമായ ശരീരത്തിൽ ഇതാകുമോ എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായി, കാരണം ഒരു ആക്ടറുടെ പെർഫോമൻസിനകത്താണ് അതെല്ലാം നിൽക്കുക. പെർഫോമൻസ് ഇല്ലെങ്കിൽ ഏത് വേഷം ഇട്ടാലും ബോറ് തന്നെയാണ്. അപ്പോൾ അതിലവർ വിജയിക്കുകയും അതിനവർക്ക് സംസ്ഥാന അവാർഡ് കിട്ടുകയും ചെയ്തു. സിബി സാറിന് എന്താണ് പറയാൻ? ലെനിൻ വിദ്യാമ്മയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ 100% ശരി തന്നെയാണ്. കാരണം ലെനിൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന സിനിമയിലാണ് വിദ്യാമ്മയ്ക്ക് ഏറ്റവും ഒടുവിൽ ഒരു സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. എം മുകുന്ദൻ്റെ ആ കഥാപാത്രത്തെ അതീവ മനോഹരമായിട്ട് തന്നെയാണ് ശ്രീവിദ്യാമ്മ ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ശ്രീവിദ്യാമ്മയുടെ മറ്റ് പ്രധാനപ്പെട്ട വേഷങ്ങളിൽ നമ്മൾ പരാമർശിക്കപ്പെടേണ്ടത് ഒന്ന് ആദാമിൻ്റെ ഭാര്യയിലെ കഥാപാത്രമാണ്. ഒരുപക്ഷെ ജോർജ് സാറിനെ പോലെയുള്ള ഒരു അഭിനേതാവിൻ്റെ ഒരു സംവിധായകൻ്റെ കൂടെ പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ ഇരകളിലും ഒക്കെയും നമ്മൾ ആ ഒരു മാജിക്ക് കണ്ടതാണ്. കാരണം ആർട്ടിസ്റ്റുകളെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡയറക്ടറാണ് ജോർജ് സാറ്. ജോർജ് സാറിൻ്റെ ഇരകളിലെ കഥാപാത്രം ഒരുപക്ഷെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ട് തോന്നാം, പക്ഷേ അതിനെ അതിമനോഹരമായിട്ടാണ് ഇരകളിലെ കഥാപാത്രമാണെങ്കിലും ഈ ആദാമിൻ്റെ വരിയിലെ കഥാപാത്രം രണ്ടിനും ഒരു നെഗറ്റീവ് ഷെയ്ഡുണ്ട്. ആ നെഗറ്റീവ് ഷെയ്ഡിനെ പ്രേക്ഷകരെ വിശ്വസനീയമാക്കുന്ന രീതിയിൽ, പ്രേക്ഷകർക്ക് വിശ്വസനീയമാകുന്ന രീതിയിൽ അവതരിപ്പിക്കാൻ വിദ്യാമ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ വിദ്യാമ്മയുടെ കഥാപാത്രങ്ങൾ മലയാളത്തിലെ മറ്റ് ഭാഷകളിലും അഭിനയിച്ച കഥാപാത്രങ്ങളുടെ ഓരോന്നിനെയും എടുത്ത് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള മികവുണ്ട്, ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പൂർണ്ണതയുണ്ട്. തീർച്ചയായിട്ടും ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു തികഞ്ഞ കലാകാരി തന്നെയായിരുന്നു വിദ്യാമ്മ എന്ന് വിലയിരുത്തേണ്ടി വരും. താങ്ക് യു സാർ. മോഹൻ സാർ, ലെനിൻ രാജ എന്ന് പറയുന്ന പ്രശസ്ത ഡയറക്ടർ ഇപ്പോൾ വിദ്യാമ്മയെക്കുറിച്ച് പറഞ്ഞതാണ് നമ്മൾ കേട്ടത് ക്ലോസ് ലുക്കിൽ. അപ്പോൾ താങ്കൾ എങ്ങനെ കാണുന്നു, അതിനോട് എങ്ങനെ യോജിക്കുന്നു? ലെനിൻ്റെ പടത്തിൽ നല്ല പെർഫോമൻസാണ്, അതൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ ചോദ്യത്തിനുള്ള മറുപടി ആയിരിക്കില്ല പറയുന്നത്, വേറെ ഒന്നായിരിക്കും. ഇത്രയും തമിഴ്, മലയാളം, തെലുഗു, ഹിന്ദി, ഇംഗ്ലീഷ് 4-5 ഭാഷകൾ സ്ഫുടമായിട്ട് സംസാരിക്കാനും കൈകാര്യം ചെയ്യാനും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. ഒരിക്കലും മലയാളി അല്ലെങ്കിൽ പോലും മലയാളിയാണെന്ന് മലയാള ഓഡിയൻസ് മുഴുവൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു. അതിനൊരു കാരണം കൂടിയുണ്ട് അതിൻ്റെ ബാക്കിൽ. കാരണം ലളിത പത്മിനി രാഗിണിമാരുടെ കൂട്ടത്തിൽ കൂടെയാണ് ഇവർ വളർന്നു വന്നിരിക്കുന്നത്. പലരും മലയാളി ഓഡിയൻസ് ധരിച്ചിട്ടുണ്ട് അതിൽ ആരുടെയോ മകളാണെന്ന്. എന്നുവെച്ചാൽ അത്രയും സ്ഫുടമായിട്ട് മലയാളം പറയുമായിരുന്നു. ഇവരുടെ അമ്മയാണെങ്കിൽ വളരെ ബിസിയായിട്ടുണ്ടായിരുന്ന ഒരു സിംഗറായിരുന്നു. അത് കാരണം കുട്ടിയെ നോക്കാൻ പോലും അവർക്ക് ഒഴിവുണ്ടായിരുന്നില്ല. ഈ തൊട്ട് വീടായിരുന്നു. അത് കാരണം കൊണ്ടാണ് ഇത്രയധികം നന്നായിട്ട് മലയാളം പറയുന്നതെന്നുള്ള ഇതാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്.
താങ്ക് യു സർ. നമ്മുടെ ഓഡിയൻസിനോട് ചോദിക്കാം, വിദ്യാമ്മയുടെ പെർഫോമൻസ്, അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമ പറയൂ. വിദ്യാമ്മയുടെ പടം ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ജോഷി സാറിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ചിത്രമാണ്. അതെനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രേം നസീർ സാറിൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കുകയാണ്. സോമൻ സാറും സുമാന സാറും മക്കളായിട്ട്. ആ പടം വളരെ നല്ല ഒരു മുഹൂർത്തങ്ങളുള്ളൊരു ചിത്രമാണ്. അത് ആണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ഓക്കെ, താങ്ക് യു. ചുങ്കത് ജ്വല്ലറി, താരരാജ താരറാണി. എ ഷോർട്ട് ബ്രേക്ക്. Welcome back to Chungat Jewelry, Tararaja Tararani, powered by ICL, spiced by Vijay Curry Powder. Tararaja Tararani second stage le innate episode le second challenger. Have a look. താരരാജ താരറാണിയുടെ സെക്കൻഡ് സ്റ്റേജിലെ ഇന്നത്തെ എപ്പിസോഡിലെ സെക്കൻഡ് ചാലഞ്ചറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്ത് വന്നിരിക്കുന്ന മോഹൻ സാറാണ് ആ ആക്ട്രസിനെ മലയാള സിനിമാ ലോകത്ത് പരിചയപ്പെടുത്തിയത്. അത് മറ്റാരുമല്ല, കലാതിലകമായി തിളങ്ങി നിൽക്കുന്ന മഞ്ജു വാര്യർ. മഞ്ജു വാര്യരുടെ പ്രൊഫൈൽ നമുക്ക് കാണാം. പ്രതിഭയുടെ ധാരാളിത്തം അഭിനേതാവും കഥാപാത്രവും തമ്മിലുള്ള അന്തരം കുറയ്ക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലാണ് മഞ്ജു വാര്യർ എന്ന അതുല്യയായ അഭിനേത്രി നൽകുന്നത്. സത്യമായ ഈ വിശ്വാസം അരക്കിട്ടുറപ്പിക്കുന്ന സംഭാവനകൾ തന്നെയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ മഞ്ജു വാര്യർ മലയാള സിനിമയ്ക്ക് നൽകിയതും. മാധവ വാര്യരുടെ മകളായി 1978 സെപ്റ്റംബർ 10 തൃശൂരിൽ ജനിച്ച മഞ്ജുവിന്റെ ബാല്യകാല വിദ്യാഭ്യാസം തമിഴ്നാട്ടിലെ നാഗർകോവിലായിരുന്നു. നാഗർകോവിൽ CSI മെട്രിക്കുലേഷൻ ഹൈസ്കൂൾ, കണ്ണൂർ ചിന്മയ വിദ്യാലയ, ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂൾ, കണ്ണൂർ SN കോളേജ് എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മഞ്ജു ചെറുപ്പം മുതലേ നൃത്യാഭ്യാസവും നടത്തിയിരുന്നു. തുടർച്ചയായി 2 വർഷം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കലാതിലകമായിരുന്ന മഞ്ജു അതിന്റെ തുടർച്ചയായി തന്നെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. 1995 ചെറിയാൻ കൽപ്പകവാടിയുടെ രചനയിൽ മോഹൻ സംവിധാനം ചെയ്ത സാക്ഷ്യം ആയിരുന്നു മഞ്ജുവിന്റെ ആദ്യ ചിത്രം. മുരളി, സുരേഷ് ഗോപി എന്നിവരായിരുന്നു ഇതിൽ പ്രധാന കഥാപാത്രങ്ങൾ. എന്നാൽ നായിക എന്ന നിലയിൽ മഞ്ജു ആദ്യം വേഷമിട്ട സിനിമ ലോഹിത് ദാസിന്റെ രചനയിൽ സുന്ദർദാസ് ഒരുക്കിയ സല്ലാപമായിരുന്നു. കൈതപ്രം ജോൺസൺ ടീമിന്റെ മനോഹരമായ പാട്ടുകൾ കൊണ്ട് ശ്രദ്ധേയമായ സല്ലാപം ഒരു ത്രികോണ പ്രണയകഥയായിരുന്നു. കൗമാര സ്വപ്നങ്ങളിൽ പൂവണിയാത്ത ബാല്യക്കാരി രാധയുടെ ദുരന്ത പ്രണയം കൂടിയായിരുന്നു സല്ലാപം. വൻ പ്രദർശന വിജയമാണ് ഇത് നേടിയത്. ദിലീപ്, മനോജ് കെ ജയൻ, NF വർഗീസ്, ബിന്ദു പണിക്കർ എന്നിവർ വേഷമിട്ട സല്ലാപത്തോടെ ദിലീപ് മഞ്ജു വാര്യർ താരജോഡിയും ജനസമ്മതി നേടുകയായിരുന്നു. തുടർന്ന് ശത്രുഘ്നന്റെ രചനയിൽ കമൽ സംവിധാനം ചെയ്ത ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിൽ നായകനായി ദിലീപ്, ബിജു മേനോൻ, ചിപ്പി, മോഹിനി എന്നിവർക്കൊപ്പം അഞ്ജലി എന്ന കഥാപാത്രവും ചെയ്തു. ഈ ചിത്രമടക്കം ബോക്സ് ഓഫീസ് ഹിറ്റുകളുടെ ഒരു ഘോഷയാത്രയായിരുന്നു പിന്നീട്. സുന്ദർദാസിന്റെ ദിലീപ് ചിത്രം കുടമാറ്റം, മനോജിനൊപ്പം സമ്മാനം, ജയറാം, ദിലീപ്, സത്യൻ അന്തിക്കാടിന്റെ ചിത്രം തൂവൽ കൊട്ടാരം, ജയറാമിനൊപ്പം ഇരട്ടക്കുട്ടികളുടെ അച്ഛൻ, ജയറാം സിബി മലയിൽ ചിത്രം കളിവീട്, സുരേഷ് ഗോപിക്കൊപ്പം പ്രണയവർണ്ണങ്ങൾ, സമ്രൻ ബദ്ലയം, മോഹൻലാൽ, ഷാജി കൈലാസ് ചിത്രം ആറാം തമ്പുരാൻ, ജയറാമിനോടൊപ്പം രാജസേനന്റെ ദില്ലിവാല രാജകുമാരൻ, കമലിന്റെ കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലത്ത്, ഇങ്ങനെ നീളുന്നു പട്ടിക. TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്നത് പ്രത്യേക പരാമർശം അർഹിക്കുന്ന ചിത്രമാണ്. തിലകൻ, ബിജു മേനൻ എന്നിവർക്കൊപ്പം ഭദ്ര എന്ന പ്രതികാര ദുർഗയുടെ വേഷം അത്യുജ്വലമാക്കി. ജയരാജന്റെ കളിയാട്ടം കലാപരതയുടെ ആഴങ്ങൾ തേടിയപ്പോൾ പെരുമലയന്റെ ഭാര്യ താമരയായി മഞ്ജു അതിശയം വാരിവിതറി. പനിയന്റെ ഏഷണി പ്രയോഗങ്ങൾ മൂലം ഭർത്താവിന്റെ കൈയാൽ മരണം പോകേണ്ടി വന്ന താമര പ്രേക്ഷകന് നനവുള്ള ഓർമ്മയാക്കാൻ മഞ്ജുവിനായി. ലോഹിദാസിന്റെ കന്മദം എന്ന മോഹൻലാൽ ചിത്രത്തിലെ ഭാനു എന്ന കാരിരുമ്പിന്റെ ഘനമുള്ള മനസ്സിനുടമയായ അടിസ്ഥാന വർഗക്കാരി പെണ്ണ് മറ്റൊരു മികച്ച കഥാപാത്രമായി മഞ്ജുവിന്.
ദിലീപുമായുള്ള വിവാഹത്തെ തുടർന്ന് 1999 രംഗം വിടുമ്പോൾ ജോഷിയുടെ സുരേഷ് ഗോപി ചിത്രം പത്രമായിരുന്നു മഞ്ജു അവസാനം അഭിനയിച്ച സിനിമ. എന്നാൽ 14 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ബോബി സഞ്ജയ് തിരക്കഥ എഴുതി റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ തന്റെ രണ്ടാം വരവും മഞ്ജു മികവുറ്റതാക്കി. ഏറിവരുന്ന പ്രായത്തെ ആശങ്കയോടെ കാണുന്ന യുവതിയായ നിരുപമ രാജീവനിൽ നിന്ന് ഇച്ഛാശക്തിയുണ്ടെങ്കിൽ കർമ്മമേഖലയിൽ വിജയം വരിക്കാനുള്ള ആർജവം കൈവരുമെന്ന് തെളിയിക്കുന്ന ഈ കഥാപാത്രം തികച്ചും വ്യത്യസ്തമായിരുന്നു. തുടർന്ന് സത്യൻ മോഹൻലാൽ കൂട്ടുകെട്ടിന്റെ എന്നും എപ്പോഴും, ആഷിഖ് അബുവിന്റെ റാണി പത്മിനി എന്നിവയിലും ഈ മികവ് ആവർത്തിച്ചു തെളിയിച്ചു മഞ്ജു. 27 സിനിമകളിൽ വേഷമിട്ടു. 1996 കമലിന്റെ ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ച മഞ്ജുവിന് 1998 TK രാജീവ് കുമാറിന്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ ഭദ്ര നല്ല നടിക്കുള്ള ദേശീയ സ്പെഷ്യൽ ജൂറി പരാമർശവും നേടിക്കൊടുത്തു. ഇടവേളയിലെ 14 വർഷങ്ങളിൽ മഞ്ജു ചെയ്യാതെ പോയ കഥാപാത്രങ്ങൾ ഒരു നഷ്ടമായി തന്നെ നിലനിൽക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന പ്രേക്ഷകൻ ആ നഷ്ടം ഈ രണ്ടാം വരവിൽ പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തിയ നടനസിദ്ധി, കൂടുവിട്ട് കൂടുമാറുന്ന മാസ്മരഭാവം പേറുന്ന കഥാപാത്രങ്ങളിലൂടെ മഞ്ജു വാര്യർ നികത്തുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ കലാതിലകത്തെ മലയാള സിനിമയ്ക്ക് പരിചയപ്പെടുത്തിയത് മറ്റാരുമല്ല, നമ്മുടെ മോഹൻ സാറാണ്. അപ്പോൾ നമുക്ക് മോഹൻ സാറിനോട് തന്നെ മഞ്ജു വാര്യരുടെ പ്രൊഫൈലിനെ കുറിച്ച് ചോദിക്കാം. മഞ്ജു വാര്യർ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് എൻ്റെ പടത്തിലാണ്. അത് എൻ്റെ ലാസ്റ്റ് ഷോട്ട് കഴിഞ്ഞതിന് ശേഷം ഇന്ന് വരെ പിന്നെ മഞ്ജു വാര്യരെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ്. പിന്നെ മഞ്ജുവിൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ് മഞ്ജുവിനെ പരിചയപ്പെടുത്തിയത്. അന്ന് ഞാൻ മദ്രാസിൽ താമസക്കാരനായിരുന്നു. ട്രിവാൻഡ്രത്ത് വരും, എറണാകുളത്ത് വരും, തൃശ്ശൂർ വരും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഈ നാരായണൻകുട്ടി എന്ന് പറയുന്നത് അങ്ങേര് സിൻഡിക്കേറ്റ് ബാങ്കിൻ്റെ സോണൽ മാനേജറോ മറ്റുമാണ്. വിളിച്ച് ചോദിക്കും, മോഹൻ കേരളത്തിലേക്ക് എന്നാ വരുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന ദിവസം വരുന്നുണ്ടെന്ന് പറയും. അത് ചിലപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് നേരെ മദ്രാസിലേക്ക് തിരിച്ചു പോകും, തൃശ്ശൂർ വരില്ല, അല്ലെങ്കിൽ എറണാകുളത്ത് വരില്ല. അങ്ങനെ മഞ്ജുവിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൊരു കഥയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. 24 തവണയോ മറ്റോ എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സോണൽ മാനേജർ നാരായണൻകുട്ടിക്ക് എന്നെ അറിയില്ല എന്ന് അവർ തെറ്റിദ്ധരിച്ചു. എന്നിട്ട് ഇങ്ങേര് നാളെ വരും, മറ്റന്നാൾ വരുന്നു, വെറും നുണ പറയുകയാണോ എന്ന് ഓരോ സംശയം ഉണ്ടായെന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങേര് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഈ നാരായണൻകുട്ടി. പക്ഷേ ഞാൻ ഇന്നൊരു കാര്യത്തിനാണ് വരണേന്നുള്ള കാര്യം നാരായണൻകുട്ടി പറഞ്ഞിട്ടില്ല. അങ്ങനെ സാക്ഷ്യത്തിൻ്റെ ലൊക്കേഷൻ കണ്ട് ഊട്ടിയിൽ നിന്ന് തിരിച്ച് തൃശ്ശൂർ വന്ന് ക്യാമ്പ് ചെയ്യുമ്പോഴാണ് ഇവർ വന്നിരിക്കുന്നത് കണ്ടിരിക്കുന്നതും. നല്ല ആർട്ടിസ്റ്റാണ്. അതും നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. സിബിയുടെ പടങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിപ്പോഴും ഇപ്പം ഈ അടുത്ത കാലത്ത് കന്മതം എന്ന് പറഞ്ഞൊരു പടമാണ് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്യുന്നൊരു പടം. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശിവി സാർ, മഞ്ജു വാര്യർ എന്ന നടിയുടെ പ്രൊഫൈലിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. എങ്ങനെ വിലയിരുത്തുന്നു ആ നടിയെക്കുറിച്ച്? എന്താണ് പറയാനുള്ളത്? മഞ്ജുവിനെ ഞാൻ ആദ്യം മഞ്ജുവിനെക്കുറിച്ച് അറിയുന്നത്, അല്ലെങ്കിൽ മഞ്ജു എൻ്റെ ശ്രദ്ധയിലേക്ക് വരുന്നത് എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന സുന്ദർദാസ് സല്ലാപം എന്ന സിനിമ ചെയ്യുന്ന അതിൻ്റെ ഒരു ആരംഭഘട്ടത്തിൽ ഒരു പുതിയ നായികയെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പുതിയ കുട്ടിയെ കണ്ടിട്ട് അവരുടെ ഒരു വീഡിയോ എടുത്ത് എന്നെ കാണിച്ചു. ഇതാണ് ഞങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്ന ആൾ എന്ന് പറഞ്ഞ് മഞ്ജുവിൻ്റെ ഒരു ക്ലിപ്പിംഗാണ് കാണുന്നത്. അത് കഴിഞ്ഞ് ആ സിനിമ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ആ ലൊക്കേഷനിൽ 2-3 ദിവസം, അതെ എൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആദ്യത്തെ സിനിമ എന്ന നിലയിൽ ഞാൻ ആ ലൊക്കേഷനിൽ 2 ദിവസം ഉണ്ടായിരുന്നു. അവിടെ വെച്ച് തന്നെ അവരുടെ അഭിനയത്തിൻ്റെ ഒരു ഒരു ബ്രില്യൻസ് നമുക്ക് ആദ്യത്തെ അവർ അഭിനയിക്കുന്ന നേരിട്ട് ക്യാമറയുടെ പുറകിൽ നിന്ന് കാണുമ്പോൾ തന്നെ അത് ബോധ്യപ്പെട്ടു. ആ സിനിമയുടെ ഡബ്ബിങ് ഞാനാണ് ആദ്യം അറ്റൻഡ് ചെയ്തത്. കാരണം ഷൂട്ടിംഗ് കഴിഞ്ഞ് അവരെത്തിയിട്ടില്ല, മെയിൻ ക്രൂ. റിലീസ് പെട്ടെന്നായതുകൊണ്ട് ഷൂട്ടിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യാമോ എന്നുള്ളൊരു ലോഹിതദാസിൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഡബ്ബിങ് ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെടുകയും ഞാനത് ഡബ്ബിങ് തിയേറ്ററിൽ ഇവരുടെ വിഷ്വൽസ് ഡബ് ചെയ്യുമ്പോൾ ഡബ് ചെയ്യുന്നത് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ശ്രീജയാണ്. പക്ഷേ പൈലറ്റ് ട്രാക്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാക്കിൽ ഇവരുടെ വോയിസ് ഉണ്ട്. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ ആ പൈലറ്റ് ട്രാക്ക് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ലോഹിയെ വിളിച്ച് ചോദിച്ചു, ഈ കുട്ടി നന്നായിട്ട് മോഡുലേറ്റ് ചെയ്യുന്നുണ്ട്, നന്നായി പറയുന്നുണ്ട്,
നല്ല ശബ്ദമാണ് അവരുടെ. നിങ്ങൾ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നതായിരുന്നു നല്ലത് എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ അവർക്ക് ഷൂട്ടിംഗ് തീരാത്തത് കൊണ്ടും ഈ പുതിയ ആളായതുകൊണ്ടൊക്കെ ഡബ് ചെയ്യാൻ ടൈം എടുക്കുമെന്നൊക്കെ പേടിച്ചിട്ട് അവർ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചിട്ടാണത് ചെയ്തത്. അപ്പോൾ ആ ഒരു പൈലറ്റ് ട്രാക്ക് കേൾക്കുമ്പോൾ തന്നെയും അവരുടെ അഭിനയവും ശബ്ദവും എത്രമാത്രം എന്താണ് മികവുറ്റതാണെന്ന് ഉള്ളത് അപ്പം തന്നെ ബോധ്യപ്പെട്ടതാണ്. പിന്നീട് ആ സിനിമയ്ക്ക് ശേഷം എൻ്റെ കൂടെ 2-3 സിനിമകൾ അഭിനയിച്ചു. എൻ്റെ പ്രണയവർണ്ണങ്ങൾ, സമ്മറിൻ ബത്ലഹേം, കളിവീട് തുടങ്ങിയ സിനിമകളിലൊക്കെയും മഞ്ജു അഭിനയിച്ചു. മഞ്ജു ഏറ്റവും ഒടുവിൽ അഭിനയരംഗം വിട്ടു പോകുമ്പോൾ കമ്മിറ്റഡായിരുന്നത് എൻ്റെ സിനിമയിലാണ്. എൻ്റെ ഉസ്താദ് എന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ സഹോദരിയായിട്ട് അഭിനയിക്കാനായിട്ടാണ് മഞ്ജു അവസാനമായിട്ട് കമ്മിറ്റഡായിരുന്നത്. ആ ഷൂട്ടിങ്ങിന് തൊട്ട് മുമ്പാണ് മഞ്ജു അഭിനയരംഗം വിട്ട് വിവാഹത്തിലേക്ക് കടന്നു പോയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചെറിയ സ്പാൻ മാത്രമാണ് മഞ്ജു അഭിനയിച്ചതെങ്കിൽ ഏകദേശം 4-5 വർഷങ്ങളാണ് മഞ്ജു സജീവമായിട്ട് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഒരു മലയാളത്തിൽ എക്കാലത്തും ഉണ്ടായിട്ടുള്ള ഏറ്റവും മികച്ച അഭിനേത്രി എന്നൊരു ഖ്യാതി നേടിക്കൊണ്ട് തന്നെയാണ് അവർ ആദ്യഘട്ടം പൂർത്തിയാക്കി മലയാള സിനിമയിൽ നിന്നും വിരമിച്ചത്. താങ്ക് യു സർ. താങ്ക് യു സർ. ചുങ്കത് ജ്വല്ലറി താരരാജ താരറാണി. എ ഷോർട്ട് ബ്രേക്ക്. Welcome back to Chungat Jewelry Tararaja Tararani, powered by ICL, spiced by Vijay Curry Powder. ഓക്കെ, ഇനി നമുക്ക് മഞ്ജു വാര്യരുടെ പെർഫോമൻസ് ഒന്ന് കാണാം. അവളുടെ പാദസരം കിലുങ്ങുമ്പോ എന്റെ നെഞ്ചിൽ ആറാട്ടാ. അവള് മുടിയൊഴിച്ചിടുമ്പോ എന്റെ ശരീരം ആകെ അങ്ങ് തരിക്കും. ആ വട്ടപ്പൊട്ടെ എന്നെ മാടി വിളിക്കുവാൻ തോന്നുക. എന്നെ ആ ചന്തമാവക്ക് ഇവിടത്തെ ചേറ് കുഴിച്ച് ബ്രഹ്മാവ് ഉണ്ടാക്കിയെടുത്തത് അവളെ മനുഷ്യന്റെ ഉറക്കം കെടുത്താൻ. പതിനഞ്ച് വർഷം മുമ്പ് തനിക്ക് മതം പൊട്ടിയത് ഓർമ്മയുണ്ടോ? ഗൗരിയെ കണ്ട്. ആ ഗൗരിയുടെ മകളാ ഞാൻ. ഭഗവാനെ, നീ എത്ര നല്ല മനസ്സുള്ളവനാ. അന്ന് അമ്മയോ കിട്ടിയില്ല, ഇന്ന് മകളെ കൊണ്ട് മുന്നിൽ നിർത്തിയിരിക്കുന്നു. ഭഗവാന്റെ ഓരോ ലീലാവിലാസങ്ങളെ. മിടുക്കേ, നിന്റെ കുടുംബം തകർത്തവരോട് പകപോക്കാൻ വന്നിരിക്കുക അല്ലയോ നീ? സത്യത്തിൽ എനിക്ക് നിന്നോടിപ്പോ സഹതാപം തോന്നുന്നു. പെർഫോമൻസിനെ പറ്റി ഒന്നും പറയാനില്ല. അത്രയ്ക്കും മനോഹരമായിട്ട് വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു അഭിനേത്രിയാണ്. നമുക്ക് സിബി സാറിനോട് ചോദിക്കാം പെർഫോമൻസിനെ പറ്റി സാറിൻ്റെ ഒരു വിലയിരുത്തൽ. മഞ്ജുവിൻ്റെ ഏത് സിനിമയാണ് മഞ്ജു മോശമായിട്ട് അഭിനയിച്ചതെന്നുള്ളതാണ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട്. കാരണം ചെയ്ത എല്ലാ സിനിമകളെയും ഏറ്റവും മികവോടെ മഞ്ജുവിൻ്റെ പെർഫോമൻസ് കൊണ്ട് ഒരു സിനിമയും മോശമായിട്ടില്ല. സിനിമകൾ ഓടാതിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നന്നാവാതിരുന്നിട്ടുണ്ടാവും. പക്ഷേ അതൊന്നും മഞ്ജു എന്നൊരു അഭിനേത്രിയുടെ കുറവ് കൊണ്ടോ അഭിനയത്തിൻ്റെ പോരായ്മ കൊണ്ടോ അല്ല. മഞ്ജുവിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഒന്ന് നേരത്തെ മോഹൻ സാറ് പറഞ്ഞതുപോലെ തന്നെ കന്മതമാണ്. ലോഹിതദാസ് എന്നും പറയുന്ന ഒരു റൈറ്റർ സംവിധായകനായി മാറി ഒരു കഥാപാത്രത്തെ, താൻ മനസ്സിൽ കണ്ട എഴുതിയ കഥാപാത്രത്തെ ക്യാമറയുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാനായിട്ട് സംവിധായകൻ എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ അഭിനേതാക്കൾക്ക് ഏറ്റവും പിൻബലമായി നിൽക്കുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. കന്മതം ഒരുപക്ഷെ ഒരു വളരെ സാധാരണക്കാരിയായ കല്ലുവെട്ടി ആലയിൽ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയെ, ജീവിതത്തിനോട് പൊരുതി ജീവിക്കുന്ന ഒരു സ്ത്രീയെ
അവതരിപ്പിക്കുന്ന മഞ്ജു എത്രമാത്രം നമ്മൾ ആ വിഷ്വൽ കാണുമ്പോൾ ആലയിൽ ഇരുന്നുകൊണ്ട് പിന്നെ ജോലി ചെയ്യുമ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇവർ ചെയ്തുകൊണ്ടിരുന്നൊരു തൊഴിലാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ അത്രമാത്രം യാഥാർത്ഥ്യത്തോടു കൂടിയാണ് അവർ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് രാജീവ് കുമാറിൻ്റെ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിലെ അവരുടെ പെർഫോമൻസ്. ഒരു പ്രതികാരത്തിന് വേണ്ടി ഇറങ്ങുന്ന ഒരു സ്ത്രീ പ്രതികാരം നടത്തുന്ന സിനിമ, ഒരു കഥ ഇതിനു മുമ്പ് ഒരുപക്ഷെ അപൂർവമായി മാത്രമേ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. ഒരു പെണ്ണിൻ്റെ കഥ പോലെയുള്ള ഷീലാമ്മ ചെയ്ത വേഷങ്ങളൊക്കെ. ഇതിലും ഇത്തരത്തിൽ ഒരു പ്രതികാര വാഞ്ചയോടുകൂടി തൻ്റെ ശത്രുവിനെ കെണിയിൽ വീഴ്ത്താൻ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രത്തെ വളരെ തന്മയത്വത്തോടു കൂടിയാണ് മഞ്ജു അവതരിപ്പിച്ചത്. ആ പെർഫോമൻസിനാണ് മഞ്ജുവിന് ആദ്യത്തെ ദേശീയ പുരസ്കാരം, പ്രത്യേക പരാമർശം ലഭിച്ചതും. താങ്ക് യു സാർ. മോഹൻ സാർ, മഞ്ജു വാര്യർ എന്ന നടിയുടെ അഭിനയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സാക്ഷ്യത്തിലാണ് ആദ്യത്തെ ഷോട്ട് എടുക്കുന്നത് തന്നെ മഞ്ജു ഓടുന്ന ഒരു രംഗമായിരുന്നു. മഞ്ജു തന്നെ പിന്നെ പലരോടും പറഞ്ഞു, എഴുതിയൊക്കെ കണ്ടിട്ടുണ്ട്, ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സംഭവം എനിക്ക് ഓടുക എന്ന് പറഞ്ഞതാണെന്ന്. പക്ഷേ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റാവുന്നത് ഇന്നതാണോ എന്ന് ചോദിച്ചിട്ടല്ലോ ഡയറക്ടർ ഫിക്സ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഷോട്ട്. ഒരു കോറിഡോറിൽ കൂടെ ഒരു സ്കൂൾ അച്ഛനോ വന്ന് വെയിറ്റ് ചെയ്യുന്നു, വരാൻ പറഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് വരുന്ന ഒരു സീനാണെന്ന് തോന്നുന്നു എടുക്കുന്നത്. പിന്നെ സിബിയുടെ കിരീടം എന്ന് പറഞ്ഞ പടത്തിൻ്റെ പ്രൊഡ്യൂസറാണ് ഈ സല്ലാപം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങേരെ എന്നോട് വന്ന് ചോദിച്ചു, ഈ മഞ്ജു വാര്യർ എന്ന് പറഞ്ഞത് മോഹനേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, ആ കുട്ടി വേറൊരു പടത്തിൽ വരുമോ എന്നൊക്കെ ചോദിച്ചു. സത്യത്തിൽ ഞാൻ അവർ വേറൊരു പടത്തിന് പോകുമെന്ന് ധരിച്ചില്ല. കാരണം ആ കുട്ടിയുടെ കൂടെ നടക്കാൻ അച്ഛനും അമ്മയും അല്ലാണ്ട് വേറെ ആരുമില്ല. അപ്പോൾ അതിനൊക്കെ പല ആർട്ടിസ്റ്റും അങ്ങനെ ഒരു പടത്തോടു കൂടി അവസാനിപ്പിക്കുന്നുണ്ട്. ഒരു ആഗ്രഹത്തിനൊരു പടത്തിൽ അഭിനയിച്ചു, ഓക്കെ ഗുഡ് ബൈ ടു സിനിമ എന്ന് പറയുന്ന എൻ്റെ ഭാര്യയുടെ തന്നെ അനുഭവം അങ്ങനെ തന്നെയാണ്. ഗുഡ് ബൈ ടു സിനിമ അങ്ങനത്തെ സെറ്റപ്പാണെന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു ആ കുട്ടിയോട് ചോദിച്ചു നോക്കാൻ പറഞ്ഞു, കോൺടാക്ട് ചെയ്യാൻ. കാരണം വെച്ചാൽ ഹയർ സ്റ്റഡീസിന് പോവുകയാണെങ്കിൽ പഠിക്കാൻ, പിന്നെ സിനിമ ഉണ്ടെങ്കിൽ നടക്കില്ല ഈ വക കാരണം കൊണ്ട്. അവർ വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് പിന്നെ ഈ അഭിനയിക്കാൻ വന്നതിന് ശേഷം അഭിനയിക്കാനുള്ള ഈ കഴിവും കൂടിയും കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു പ്രോമിസിങ് ആർട്ടിസ്റ്റായിട്ട് വരേണ്ടതായിരുന്നു. വന്നു നിർത്തിയിരുന്നെങ്കിൽ അത് വലിയ നഷ്ടമായിപ്പോയി തന്നെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശിവപ്രസാദ്, അബൌട്ട് മഞ്ജു വാര്യർ. മഞ്ജു വാര്യരെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാനൊന്നും പറയേണ്ട കാര്യമില്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. ഈ അവരുടെ മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വേട്ട എന്ന സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് അതിലെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചായിരുന്നു ഒരു പോലീസിൻ്റെ വേഷം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പോലീസ് പരേഡ്, ഒരു 19 പോലീസുകാർ പരേഡുള്ള ആ സമയത്ത് മഞ്ജു വാര്യരെ നേരിട്ട് കാണാനും അവരോടൊപ്പം ഫോട്ടോ എടുക്കാനും എനിക്ക് സാധിച്ചു. അവരുടെ ഷൂട്ടിംഗ് കാണാൻ സാധിച്ചു. ഒറ്റ ടേക്ക് കൊണ്ട് എല്ലാം ഓക്കെയാണ്. രണ്ടാമതൊരു ടേക്ക് എടുക്കേണ്ട കാര്യമില്ല. അത് അത്ര നല്ല പെർഫോമൻസ് ഉള്ള ഒരു ആക്ട്രസ്സാണ്. നമുക്കിനി മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയുടെ അച്ചീവ്മെൻറ്റ്സിലേക്ക് കടക്കാം. Achievements: National Film Award, Special Jury Award, Kannezhuthi Pottum Thottu, 1999. Kerala State Film Award, Best Actress E. Purayam Kadanna, 1996. Filmfare Awards South, Best Actress E. Purayam Kadanna, 1996. Best Actress Aram Thamburan, 1997. Filmfare Awards South, Best Actress Kanmadam, 1998. Best Actress Patram, 1999. Best Actress How Old Are You, 2014. Screen Videocon Awards, Best Actress Aram Thamburan, Krishnagudiyil Oru Pranayakalathu, 1997. Best Actress E. Purayam Kadanna, 1996. Asia Vision Award, Best Actress How Old Are You, 2014. Film Fans Award, Best Actress Thuval Kottaram, 1996. Vanitha Film Award, Best Actress How Old Are You, 2015. Seema Award, Best Actress How Old Are You, 2015. അച്ചീവ്മെൻറ്റ്സിനെ പറ്റി സിബി സാറിൻ്റെ വിലയിരുത്തൽ. മഞ്ജുവിന്
സംസ്ഥാന അവാർഡ് ഒരിക്കൽ മാത്രമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ പുഴയും കടന്ന് എന്ന സിനിമയ്ക്കാണ് അത് ലഭിച്ചത്. ദേശീയ അവാർഡ് ഒരിക്കൽ മാത്രമാണ്. ദേശീയ അവാർഡിലൊരു പ്രത്യേക പരാമർശം മാത്രമാണ്. അത് ഈ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയ്ക്കാണ്. പക്ഷേ മഞ്ജുവിൻ്റെ ഒരു കാലിബർ വെച്ചിട്ട്, മഞ്ജുവിൻ്റെ കഴിവ് വെച്ചിട്ട് മഞ്ജുവിന് ഇത്രയൊന്നും ലഭിച്ചാൽ പോരാ. സംസ്ഥാന അവാർഡല്ല, ദേശീയ അവാർഡല്ല, അന്തർദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അഭിനേത്രിയാണ് മഞ്ജു. ആദ്യഘട്ടത്തിൽ സിനിമയിൽ നിന്നും വിരമിക്കുന്ന ഒരു തീരുമാനമെടുക്കുന്ന സന്ദർഭത്തിൽ ഞാനുമായിട്ടുള്ളൊരു സ്വകാര്യ സംഭാഷണത്തിൽ ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞത്, മഞ്ജുവിൻ്റെ കരിയർ ഇവിടെ അവസാനിക്കേണ്ടതല്ല, മഞ്ജു തുടർന്നും നിലനിൽക്കേണ്ടതാണ് മലയാള സിനിമയിൽ. കാരണം നിരവധി അംഗീകാരങ്ങളും നിരവധി അവാർഡുകളും മഞ്ജുവിനായി കാത്തിരിപ്പുണ്ട്. നിരവധി കഥാപാത്രങ്ങൾ മഞ്ജുവിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പ്രാരംഭഘട്ടത്തിൽ തന്നെ അഭിനയ രംഗത്ത് നിന്ന് വിരമിക്കേണ്ട ആളല്ല മഞ്ജു. കാരണം ദൈവം അനുഗ്രഹിച്ച് നൽകിയ ഒരു കഴിവാണത്. ഒരു ബോൺ ആക്ട്രസ്സാണ് അവർ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ദൈവിക ദാനമായി ലഭിച്ച ആ ഒരു കഴിവിനെ അതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുവാനും അത് തൻ്റെ സമൂഹത്തിനും തന്നെ ഇഷ്ടപ്പെടുന്ന, തന്നെ ആരാധിക്കുന്ന പ്രേക്ഷക സമൂഹത്തിനും ആ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കേണ്ടതുണ്ട് എന്നുള്ളത് ഞാൻ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പക്ഷേ ഏതായാലും മഞ്ജു അങ്ങനെ ഒരു തീരുമാനമെടുത്ത് തിരിച്ചു പോയെങ്കിൽ പോലും, അഭിനയ രംഗത്ത് നിന്ന് വിടവാങ്ങിയെങ്കിൽ പോലും വീണ്ടും തിരിച്ചു വന്നത് ഒരുപക്ഷെ നമ്മൾക്ക് എല്ലാവരും കണ്ടതാണ്. കേരള സമൂഹം ആ തിരിച്ചുവരവിനെ ഒരുപക്ഷെ ഇതിനു മുമ്പ് ആർക്കും ലഭിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സ്വീകരണമാണ് രണ്ടാം വരവിൽ മഞ്ജുവിന് ലഭിച്ചത്. ആ രീതിയിൽ അത്രമാത്രം മലയാളി പ്രേക്ഷകർ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരഭിനയിച്ച കഥാപാത്രങ്ങളെ ഹൃദയത്തിൽ ഏറ്റിയിരുന്നു എന്നുള്ളതിന് വലിയ തെളിവാണത്. താങ്ക് യു സാർ. മോഹൻ സാർ, മഞ്ജു വാര്യർ എന്ന നടിയുടെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച്, അവരുടെ സിനിമ ജീവിതത്തിൽ അവർ നേടിയെടുത്ത അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അവർക്കൊരു സ്റ്റേറ്റ് അവാർഡ് മാത്രമേ മഞ്ജുവിന് കിട്ടിയിട്ടുള്ളൂ. മറ്റുള്ള ചാനൽ അവാർഡ്, പത്രത്തിൻ്റെ അവാർഡിനേക്കാളൊക്കെ വളരെ വില പിടിച്ചാണ് സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡെന്ന് ധൈര്യപൂർവ്വം ഞാൻ പറയുന്നു. പക്ഷേ മഞ്ജുവിനോട് എനിക്ക് അങ്ങോട്ട് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, വളരെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വേണം ഇനി മഞ്ജു ചെയ്യാമെന്ന്. എന്നുവെച്ചാൽ ഒരുമാതിരി ചെയ്യാവുന്ന ഒരു സാച്ചുറേഷൻ പോയിന്റിൽ ആ കുട്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു തോന്നുന്നു. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പടങ്ങൾ വേണം ഇനി സെലക്ട് ചെയ്യാമെന്ന് എൻ്റെ ഒരു അഡ്വൈസ് ഈ ചാനലിൽ കൂടെ ഞാൻ കൊടുക്കുന്നു. താങ്ക് യു സാർ. ചുങ്കത് ജ്വല്ലറി താരരാജ താരറാണി. എ ഷോർട്ട് ബ്രേക്ക്. Welcome back to Chungat Jewelry Tararaja Tararani, powered by ICL, spiced by Vijay Curry Powder. ഒരു ജൂറി മാർക്കിടുന്ന റിയാലിറ്റി ഷോ അല്ല ഇത്. ഇവിടെ ജൂറി ആയിട്ടുള്ളത് നിങ്ങളാണ്, ജനങ്ങളാണ്, പ്രേക്ഷകരാണ്. നിങ്ങളുടെ മുന്നിൽ വോട്ടിന് വേണ്ടി ഞങ്ങളുടെ വാഹനങ്ങൾ ഇപ്പോഴും എപ്പോഴും ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ വോട്ടാണ് ഈ പ്രോഗ്രാമിൻ്റെ ഊർജം. വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഞങ്ങൾക്ക് ഇമെയിൽ വഴി വോട്ടുകൾ വരുന്നുണ്ട്. Now it's time for Gallopol updates. ടെലിവിഷൻ ചരിത്രത്തിലെ ആദ്യത്തെ മെഗാ ഗാലപ്പോൾ റിയാലിറ്റി ഷോ ആയ താരരാജ താരറാണി മലയാളത്തിലെ എക്കാലത്തെയും മികച്ച നടനെയും നടിയെയും തിരഞ്ഞെടുക്കുന്നത് പ്രേക്ഷകരുടെ വോട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് വാഹനങ്ങൾ എപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള തെരഞ്ഞെടുപ്പ് യാത്രയിലായിരിക്കും. നമ്മുടെ ഇന്നത്തെ ചാലഞ്ചറിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ വോട്ടിംഗ് അപ്ഡേറ്റ്സ്. താരറാണി ചലഞ്ചർ ശ്രീവിദ്യ. ഗാലപ്പോൾ വോട്ട്സ് 5,36,498. ഓൺലൈൻ വോട്ട്സ് 97,924. എബ്രോഡ് വോട്ട്സ് 72,924. ടോട്ടൽ വോട്ട്സ് 6,87,346. ശ്രീവിദ്യയുടെ സെക്കൻഡ് സ്റ്റേജിലെ ഗാലപ്പോൾ ഡീറ്റെയിൽസ്. ഗാലപ്പോൾ വോട്ട്സ് 1,29,883. ഓൺലൈൻ വോട്ട്സ് 48,174. അബ്രോഡ് വോട്ട്സ് 23,761. ടോട്ടൽ വോട്ട്സ്
2,01,818. ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ടോട്ടൽ വോട്ട്സ് 8,89,164. നമ്മുടെ സെക്കൻഡ് ചാലഞ്ചർ മഞ്ജു വാര്യരുടെ വോട്ടിംഗ് അപ്ഡേറ്റ്സ്. താരറാണി ചലഞ്ചർ മഞ്ജു വാര്യർ. ഗാലപ്പോൾ വോട്ട്സ് 5,51,874. ഓൺലൈൻ വോട്ട്സ് 1,01,415. എബ്രോഡ് വോട്ട്സ് 76,415. ടോട്ടൽ വോട്ട്സ് 7,09,704. മഞ്ജു വാര്യറിന്റെ സെക്കൻഡ് സ്റ്റേജിലെ ഗാലപ്പോൾ ഡീറ്റെയിൽസ്. ഗാലപ്പോൾ വോട്ട്സ് 1,35,815. ഓൺലൈൻ വോട്ട്സ് 65,619. അബ്രോഡ് വോട്ട്സ് 24,497. ടോട്ടൽ വോട്ട്സ് 2,25,931. ഫസ്റ്റ് സ്റ്റേജ് ആൻഡ് സെക്കൻഡ് സ്റ്റേജ് ടോട്ടൽ വോട്ട്സ് 9,35,635. മലയാള ടെലിവിഷൻ ചരിത്രത്തിലെ മെഗാ സിനിമ ഗാലപ്പോൾ റിയാലിറ്റി ഷോ ആയ താരരാജ താരറാണിയുടെ ഇന്നത്തെ ഈ മനോഹരമായ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നാളെ രാത്രി ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. ബൈ.